പഠന ഭാഗത്തിലെ 1-ാം ചോദ്യം. പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ എന്തുളവാക്കരുത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കോപം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തിൻ്റെ പരിചയം എടുക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3. ജനം പിറ്റേ ദിവസം എപ്പോൾ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു? ന്യായാധിപന്മാർ 21-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുലർച്ചയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പാണിത്? പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ എന്തനുഭവിക്കുന്നത്? പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? പ്രഭാഷകൻ 42-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വവും. ക്വസ്റ്റ്യൻ നമ്പർ 8. അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ഡാഷ്. ന്യായാധിപന്മാർ 19-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചെലവഴിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. സാംസണെ നീ വശീകരിക്കണമെന്നും അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും നീ മനസ്സിലാക്കണം എന്ന് ദലീലയോട് ആര് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 10. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തല. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇസ്രായേലിലെ മറ്റു ഡാഷ് ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗോത്രങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 12. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രഭാഷകൻ 41-ാം അധ്യായം 8-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അടക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 14. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഡാഷ്, തോബ് എന്ന സ്ഥലത്ത് നിന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓടിപ്പോയി. ക്വസ്റ്റ്യൻ നമ്പർ 15. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വ വിഭൂഷകളോടും
കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഏത് സമൂഹത്തിന് മുമ്പിൽ നിന്നു? പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു? സാംസനെ നീ വശീകരിക്കണം. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 17. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന എന്ത് കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റു വീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കയർ. ക്വസ്റ്റ്യൻ നമ്പർ 18. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹനേദോനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 19. കർത്താവിന്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 21. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ഷമിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗിബെയയോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാമെന്നാണ് ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഏത് ഭാഗത്തിരിക്കുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 24. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ എന്ത് വന്നു ചേർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദിനം. ക്വസ്റ്റ്യൻ നമ്പർ 25. ദുഷ്ടന്റെ ജ്വലിക്കുന്ന എന്തിനെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാകുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂരമ്പുകളെ. ക്വസ്റ്റ്യൻ നമ്പർ 26. അത്യുന്നതന്റെ നിയമം അവിടുത്തെ അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 27. വിശ്വസ്തയും സൗമ്യം കൊണ്ട് കർത്താവ് മോശയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധീകരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 28. ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു എന്ത് നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബലിപീഠം. ക്വസ്റ്റ്യൻ നമ്പർ 29. ദൈവം ആര് വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു വഴി. ക്വസ്റ്റ്യൻ നമ്പർ 30. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു,
ഞാൻ ദൈവത്തെ ഡാഷ് മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 31. തങ്ങളുടെ സഹോദര ഗോത്രമായ ആരോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. ദൈവതിരുമനസ്സിനാൽ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിൽ ഉള്ള ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 33. അവൻ ഡാഷ് വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ ഡാഷ് ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 42 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുസ്മരിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 35. ഡാഷ് ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവരും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരമുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡാഷ് എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഡാഷ് വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 38. കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് എന്ത് കൊടുക്കുക, ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. പ്രഭാഷകൻ 42 എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 39. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലജ്ജിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 40. ഒരു വലിയ ഡാഷ് കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന് പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനക്കൂട്ടവും. ക്വസ്റ്റ്യൻ നമ്പർ 41. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഡാഷ് യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീയ. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ സി പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഗിലെയാദുകാരനായ ആര് ശക്തനായ സേനാനിയായിരുന്നു, പക്ഷെ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവന്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 44. സാംസൺ എവിടേക്ക് പോയി? അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിമ്നായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവഭയമില്ലാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 46. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 47. പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തരം സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ ഡാഷ് ആയിരിക്കുന്നവന് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് എന്താകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാത്രമാകും. ക്വസ്റ്റ്യൻ നമ്പർ 49. ആര് യുദ്ധത്തിനൊരുങ്ങി? അവർ സഫോണിലേക്ക് ചെന്നു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ എഫ്രൈംകാർ. ക്വസ്റ്റ്യൻ നമ്പർ 50. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അപരിച്ഛേദിതർ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ ആരെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യുവതിയെ. ക്വസ്റ്റ്യൻ നമ്പർ 52. പ്രധാന പുരോഹിതൻ ഷിമിയോന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓനിയാസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീഷ്ണതയിൽ അവരുടെ ഡാഷ് ചുരുങ്ങി. പ്രഭാഷകൻ 48 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എണ്ണം. ക്വസ്റ്റ്യൻ നമ്പർ 54. അപ്പോൾ മനുഷ്യപുത്രൻ ഡാഷ് വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശക്തിയോടും. ക്വസ്റ്റ്യൻ നമ്പർ 55. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ എങ്ങനെ നിന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒറ്റക്കെട്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 56. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഡാഷ്. ലൂക്ക 24 അധ്യായം 28 വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭാവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 57. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവിന്.
ക്വസ്റ്റ്യൻ നമ്പർ 58. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ആര് ഒരുവളെ വിവാഹം ചെയ്തു? അവൻ സന്താനമില്ലാതെ മരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒന്നാമൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. അവിടുന്ന് തന്നെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. ആരെ കുറിച്ചാണ് പ്രഭാഷകൻ 45 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 60. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 61. ജഫ്ത ഡാഷ് ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗിലെയാദിലെ. ക്വസ്റ്റ്യൻ നമ്പർ 62. കർത്താവിന് ശക്തമായ ശബ്ദം മുഴങ്ങിയപ്പോൾ എവിടുത്തെ ജനനേതാക്കളെയാണ് അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടൈറിലെ. ക്വസ്റ്റ്യൻ നമ്പർ 63. തങ്ങൾ ഡാഷ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതിമാന്മാരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ആരെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 65. അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്തിനിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ അവൻ പ്രശോഭിച്ചു? പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മേഘങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 ഡാഷ് വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെള്ളി നാണയവും. ക്വസ്റ്റ്യൻ നമ്പർ 68. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 69. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 70. ഏത് പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു? മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 71. എങ്ങനെയുള്ള ദാസന് തക്ക ശിക്ഷ കൊടുക്കുക? ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. പ്രഭാഷകൻ 42-ാം അധ്യായം
5-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടനായ. ക്വസ്റ്റ്യൻ നമ്പർ 72. എഫ്രൈംകാരോട് എതിർത്ത് ഗിലിയാദുകാർ ഡാഷ് കടവുകൾ പിടിച്ചെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 73. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ ഡാഷ് പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീരസം. ക്വസ്റ്റ്യൻ നമ്പർ 74. വലതു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സെറുബാബേൽ. ക്വസ്റ്റ്യൻ നമ്പർ 75. ആരുടെയൊക്കെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നത് ലജ്ജാകരം ആണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ. ക്വസ്റ്റ്യൻ നമ്പർ 76. എത്ര മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 9. ക്വസ്റ്റ്യൻ നമ്പർ 77. തന്റെ എന്ത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ആരിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് എന്ത് പുലർത്തുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വസ്തത. ക്വസ്റ്റ്യൻ നമ്പർ 80. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ന്യായാധിപന്മാർ 15 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 300. ക്വസ്റ്റ്യൻ നമ്പർ 81. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്നവനോട് ആർക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എതിരാളിക്കെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 82. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ്, അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 83. യേശുവിന്റെ എന്ത് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 84. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷാവിധി. ക്വസ്റ്റ്യൻ നമ്പർ 85. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ഡാഷ് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്നെന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദരിദ്രർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 86. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ എന്ത് എസെക്കിയേൽ ദർശിച്ചു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 87. അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക, അവളുടെ എന്തിനെ സമീപിക്കരുത്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കിടക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 88. എന്തിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ. ക്വസ്റ്റ്യൻ നമ്പർ 89. അവൻ ഡാഷ് വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്തവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 90. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമാവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി. അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ആരെയും ഭയപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ശേഷിച്ചിരിക്കുന്ന ഡാഷ് വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 92. ദൈവഭയമില്ലാത്ത ആരെയും മക്കൾ കുറ്റപ്പെടുത്തും. പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 93. അവൻ വന്ന കൃഷിക്കാരെ നശിപ്പിക്കുകയും എന്ത് മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുന്തിരിത്തോട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 94. യൂദായിലെ ബേത്ലഹേമിൽ യൂദാ വംശജനായ ആരുണ്ടായിരുന്നു? അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 95. അവർ സ്വരമുയർത്തി യേശുവെ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 96. അവനോട് കൂടി താമസിക്കാൻ ലേവിന് ഡാഷ്. ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്തോഷമായി. ക്വസ്റ്റ്യൻ നമ്പർ 97. ഡാഷ് തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. തന്റെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശ്രവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 100. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വസ്ത്രത്തിൽ. നന്ദി.
എന്താ